ഞാൻ വരും. ഞാനാണ് ചർച്ചയിൽ വന്നതെങ്കിൽ ഞാൻ വരും. ഞാൻ അങ്ങനെ പോവില്ല. ഒറ്റ കാര്യം. ഫ്ലാഷ് ബാക്ക്. ഇത് അടുത്ത ഫോട്ടോ വരുന്നു. ഒറ്റ തവണയെ ഞാൻ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ഇപ്പൊ അടുത്ത ഫോട്ടോ വരുന്നു. അപ്പൊ പറയുന്നു വീണ്ടും പോയിട്ടുണ്ടാകാം എന്ന് പറയുന്നു. ഇതൊക്കെ ജനങ്ങൾ കേൾക്കുകയല്ലേ? ഒരു ജനപ്രതിനിധി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അതിലൊരു വ്യക്തത വേണ്ടേ, വിശ്വാസ്യത വേണ്ടേ? ഇവിടെ തകർന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത, അതുവഴി നിങ്ങളുടെ വിശ്വാസ്യത കൂടിയാണ്. ഞാനും കോൺഗ്രസിന്റെ പ്രതിനിധിയും ബിജെപിയുടെ പ്രതിനിധിയുണ്ട്. യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടും പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും എത്രയോ സമ്മാനദാനങ്ങളിൽ പങ്കെടുക്കുന്നു. സ്കൂൾ തുറക്കുന്ന സമയത്ത് പഠനോപകരണ വിതരണം. ഇതൊരു സമ്മാനദാനത്തിൽ പങ്കെടുത്തതല്ല, ഇതൊരു വീടാണ്, പോറ്റിയുടെ വീടാണ്. പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ പോയതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബന്ധുവായ കുട്ടിയെ വിളിച്ച് കൊണ്ടുവരികയും അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ഈ സമ്മാനം കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതൊന്നുമല്ല. താങ്കൾ ആരോടാണ് ഈ പറയുന്നത്? നിങ്ങൾ ഈ സമ്മാനം കിട്ടിയ കുട്ടിയുടെ ഫോട്ടോ ബ്ലർ ചെയ്താൽ നിങ്ങൾ കാണിക്കുന്നത്. ആ കുട്ടിയോട് പോയി ചോദിച്ചാൽ അറിയാലോ അത് എവിടെ വെച്ചാ കൊടുത്തത്. ഫോട്ടോ ബ്ലർ ചെയ്ത് കൊടുക്കുന്ന എന്താണ് താങ്കൾക്ക് അറിയാലോ? താങ്കളാണ് ചർച്ചയിൽ പറയുന്നത് എന്ത് മര്യാദയാണ്? ആ കുട്ടികളുടെ ഫോട്ടോ ബ്ലർ ചെയ്തല്ലേ കൊടുക്കുക? ഇവൻ പൊട്ടനാണ് മുതലാളി. മനോരമയുടെ അസുഖമൊക്കെ എനിക്ക് മനസ്സിലായി. അതായത് കൃത്യമായി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചാനൽ വരെ പൂട്ടിക്കും. ഏത് ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്താൽ, ചോദ്യം ചെയ്ത വാർത്ത കൊടുത്താൽ നിന്റെയൊക്കെ ചാനൽ വരെ പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ടും ഒരു ബ്രേക്കിംഗ് വാർത്ത എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. പറ്റില്ല. കാരണം പറഞ്ഞത് അടൂർ അസ്വസ്ഥത മനസ്സിലാവുന്നത്. അങ്ങയുടെ ഇതേ അസ്വസ്ഥതയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. ഇതേ അസ്വസ്ഥതയാണ് അങ്ങയുടെ മുൻ മന്ത്രിക്ക് ഉണ്ടായിരുന്നത്. ഇതേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതേ അസ്വസ്ഥതയാണ് അദ്ദേഹം കാണിച്ചത്. ഒരസ്വസ്ഥതയില്ല. മാധ്യമ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ ഒരു TV ചാനലിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ വാർത്ത വായിക്കുന്നയാളെയും ആ TV ചാനൽ മേധാവി അറസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ചു കാലം മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു TV ചാനലിൽ നിന്ന് TV ചാനലിന്റെ ലേഖകനെയും അതുപോലെ തന്നെ വാർത്ത വായിക്കുന്നയാളെയും അതിന്റെ മേധാവികളെയും അതുമായി ബന്ധമില്ലാത്ത ആളെയും മുഴുവൻ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താണ്. ഈ പിണറായി വിജയന്റെ മരുമകൻ പൊതുമരാമത്ത് മന്ത്രി റിയാസ് കോഴിക്കോട് ഈ പിണറായി വിജയന്റെ പഴയ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ആക്രമണം നടത്തിയത് ഓർമ്മയുണ്ടോ? അവിടെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഒരു മാധ്യമ സ്ഥാപനം അടിച്ചു തത്ത ഓർമ്മയുണ്ടോ? ആ കേസ് അരുൺ ഓർമ്മയുണ്ടോ? അപ്പൊ നിങ്ങളുടെ മാധ്യമ സ്നേഹവും മാധ്യമ പ്രവർത്തകരുടെ സ്നേഹമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഏഷ്യാന്റെ പ്രതിനിധി ഷാജാനെ തല്ലിയതാര, ലൈവിൽ തല്ലിയതാര? അത് നിങ്ങളുടെ നേതാവല്ലേ, ജയരാജനല്ലേ തല്ലിയത്? നമ്മളെല്ലാവരും കണ്ടതാണല്ലോ, കേരളം മുഴുവൻ കണ്ടതാണല്ലോ. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോഴാണ് ഇവിടെ വൈകാരികമായിട്ട് നടത്തിയിട്ടുള്ള പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനൊന്നും ഒരു അർത്ഥമില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.